NJ അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ദ ഗോഡ് മൂവിയിലെ, അതായത് നമ്മുടെ തളപതിയുടെ മൂവിയിലെ മട്ട സോങ്ങിന്റെ വീഡിയോ സംഭവം വന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ ലിറിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിറിക്കൽ മട്ട ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചാനലില് രണ്ടാമത് വന്ന സമയത്ത് തിരുമ്പി വന്നാച്ച് ആ സമയത്ത് ചെയ്തത് ഇതിന്റെ ലിറിക്കൽ സംഭവമായിരുന്നു. ഓക്കെ, ഇപ്പൊ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മളും ശരിക്കും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു സംഭവം കാണാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് തിയേറ്ററിൽ പോയിട്ട് പടം കാണാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് തൃശ്ശയും കൂടി വരുന്നുണ്ട് ഒരു സംഭവം നമ്മൾ കേട്ടിരുന്നു. അത് പക്ഷെ നമ്മൾ ലിറിക്കൽ ചെയ്ത് നമുക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ അറിഞ്ഞില്ല. അതിനുശേഷമാണ് പിന്നെ കണ്ടത്. ഇങ്ങനെ കുറച്ച് ക്ലിപ്സ് ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു വരുന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ ഒരു സോങ് കാണാം. പിന്നെ തമിഴിന്റെ അകത്ത് തൃശ്ശൂർ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഏകദേശം അവരുടെ ഒരു കോമ്പിനേഷൻ സോങ് പോലെയാണ് കാണിക്കുന്നത്. നേരെ സോങ് എടുക്കാം. റെഡി? ഇറങ്ങിയതിന്റെ അകത്ത് ഏറ്റവും ഹിറ്റായ സോങ് തന്നെയല്ലേ മട്ട. ഫസ്റ്റ് ഇതിന് എല്ലാത്തിനും ഉപരി ഇതിനായിരുന്നു അപ്രീസിയേഷൻ കിട്ടിയത്. അതും വിത്ത് ബീറ്റ്. ഇത് യങ് ചെയ്യണല്ലേ കുറച്ച്. തുടക്കത്തിൽ വരുന്നുണ്ടല്ലേ? ഈ പാട്ടിന്റെ പ്രത്യേകത ഫുൾ ബീറ്റാണ്. ഈ സാധനം കാണിച്ചത് ലിറിക്കല് മ്യൂസിക്കിൽ കളിച്ചിട്ടുണ്ടോ യുവൻ ശങ്കർ രാജ? പെട്ടെന്ന് നിർത്തിയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? പകുതി ഇട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് എന്ത്, കാരണം ഇടയ്ക്കൊക്കെ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഒക്കെ കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരിപ്പോ ഏകദേശം അത് പെട്ടെന്നൊരു ഇവിടെ വെച്ചിട്ട് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഒന്നുകൂടി എക്സ്ട്രാ ഉണ്ട്. ഞാൻ മറ്റേ സോങ്ങിലും പറഞ്ഞില്ലേ, വിസിൽ പോഡിലും ഏകദേശം അതുപോലെ. നോക്കട്ടെ, ഒന്നുകൂടി നോക്കട്ടെ. ലാസ്റ്റ് ഇനി ബിറ്റ്വീൻ പരസ്യം വന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ അറിയില്ല കേട്ടോ, നോക്കട്ടെ. പെട്ടെന്നൊരു ഫുള്ളി കഴിയാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? ഇല്ലല്ലോ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ അതന്നെ
പെട്ടെന്ന് ഞാന് പക്ഷെ നമ്മളറിയില്ല ഒരു പകുതി പായസം കുടിച്ചൊരു ഫീല്. ഒരു ഫീല്, അതായത് ഇനി ഉണ്ടാവുന്നുള്ള ഒരു കാരണം നമ്മളെ ലിറിക്കലിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് പ്രതീക്ഷിച്ചു ഇനി ഉണ്ടായിരിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് തന്നിട്ടൊന്ന് കൊതിപ്പിക്കാനാണെന്ന് തോന്നുന്നു. ശരിക്കും നല്ല ഇരട്ടി മധുരം തന്നെയാണ്. കാരണം എന്താ പറയാ, നമ്മള് ഓൾറെഡി ഒരു സ്വീറ്റ് ആണ് വിജയണ്ണൻ, അപ്പൊ അതിന്റെ കൂടെ തൃശ്ശയും കൂടി വരുന്ന സമയത്ത് രക്ഷയില്ല, രണ്ടുപേരും ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് തന്നെ, അതായത് പാട്ടിന്റെ സ്റ്റാർട്ടിങ് തന്നെ അവര് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് വേറെ ഒന്നിനും നിൽക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് എന്താ പറയാ ആ ഒരു മൂവ്സിലോട്ട് കിടക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഡബിൾ എനർജി ഒരു ഫീൽ ആണ് ശരിക്കും. കാരണം സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി ഒന്ന് മയപ്പെടുത്തിയിട്ടൊക്കെയാണ് തുടങ്ങാറുള്ളത് ഒരു ബീറ്റ് വരുന്ന സമയത്ത്. പക്ഷെ ഇത് സ്റ്റാർട്ടിങ് തന്നെ ബീറ്റ് വന്നു, സ്റ്റാർട്ടിങ് തന്നെ ഡാൻസ് തുടങ്ങി. പിന്നെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു യുവൻ ശങ്കർ രാജയുടെ ബീറ്റ് ഇല്ലേ, കറക്റ്റ് ഡാൻസിന് പറ്റിയ ബീറ്റാ കൊടുത്തേക്കണം അല്ലെ. ആ ഒരു കുത്ത് വൈബിന്റെ അകത്ത് തുടക്കം തൊട്ടേ അങ്ങനെ കൊടുത്ത്. പിന്നെ വിജയണ്ണാണെങ്കിൽ അങ്ങോട്ട് എന്താ കുടിച്ചെന്നറിയില്ല, എന്തോ ബൂസ്റ്റ് ആണ്. കാരണം അതുപോലെ ഉണ്ടായിരുന്നു, ഏകദേശം അതുപോലെ ഉണ്ടായിരുന്നു, ഭയങ്കര എനർജറ്റിക്. രണ്ടുപേരും കൂടി വരുമ്പോഴാണ് ആ ഒരു രസം വരുന്നത്. കളർ കോമ്പിനേഷനും ആ ഒരു കളർ കോമ്പിനേഷൻ ഭംഗി. ഏകദേശം ഒരു ലിയോന്റെ ഒരു സോങ് നടന്ന ഒരു ലൊക്കേഷനിലാണ് ഒരു ഇത് നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ എന്തോ ഭയങ്കര ഒരു സ്പെഷ്യൽ ആണ്. പ്രത്യേകിച്ച് വിജയണ്ണന്റെ യങ് ലുക്ക് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നന്നായിട്ട് തന്നെ അവർ കാണിക്കാൻ നോക്കി. നമ്മൾ മറ്റേ കണ്ടിട്ടുള്ള അപാകതയൊന്നും ഇതിന്റെ അകത്തില്ല അല്ലെ. കാണുന്ന സമയത്ത് ആ ഒരു സംഭവമില്ല, കറക്റ്റ് ആയിട്ട് ഫോക്കസ് ഷോട്ടിൽ വരെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോ ചെറുതായിട്ട് ഈ ഒരു ക്യാരക്ടറിന് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. കാരണം ആളുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരു ചെറിയൊരു നെഗറ്റീവ് ഫീൽ അടിച്ചായിരുന്നു. ഇനിയിപ്പോ നെഗറ്റീവ് ഫീൽ അല്ലാണ്ട് ഇനിയിപ്പോ ആ ക്യാരക്ടർ ആ മൊമെന്റിൽ എന്തെങ്കിലും ചെയ്യുന്നൊരു സംഭവമാണോ അറിയില്ല. പക്ഷെ എന്തോ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് അവർക്ക്. വേറൊരു കാര്യം പറയാനുള്ളത്, വിജയണ്ണൻ നമുക്കറിയാം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സിനിമയിലും ഡാൻസ് കളിക്കുന്നതാണ്. വിജയണ്ണന്റെ ഡാൻസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പാട്ട് വരുന്ന സമയത്ത് അതിന്റെ അകത്തൊരു എന്താ പറയുക, ഇങ്ങനെ സിംഗിൾ ഷോട്ട് ഡാൻസ് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ തൃഷ മാമിനെ നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഡാൻസ് കളിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ഇല്ല. പ്രത്യേകിച്ച് വിജയന്റെ കൂടെ കളിച്ച് നിൽക്കാൻ പറയുന്ന ഒരു ടഫ് സാധനമാണ്. ഭയങ്കര എനർജി. എന്താ പറയാ സ്റ്റാർട്ടിങ് മുതലേ തന്നെ ആളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണെങ്കിൽ ഒട്ടും കുറയാതെ തന്നെ എല്ലാവരുടെയും ആ ഒരു എനർജിക്കൊത്ത് എല്ലാവരും എന്താ പറയാ പ്രത്യേകിച്ച് തൃശ്ശയും കളിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മുന്നേ നമ്മള് കുറെ തൃശ്ശയുടെ സോങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ ഇതിനകത്ത് എന്തോ ഭയങ്കര ഒരു സ്പെഷ്യല്. പിന്നെ കമ്പാക്കിനേഷൻ അങ്ങനെ ഡാൻസ് ഒന്നും അധികം കളിച്ചിട്ടില്ല. കുറച്ച് എനർജി കൂടുതലുണ്ട് പണ്ടത്തെക്കാളും അല്ലെ. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് എനർജി കൂടുതൽ. പണ്ടത്തെ അകത്ത് അങ്ങനെ ഡപ്പാങ്കുത്തും നമ്മൾ അധികം കണ്ടിട്ടില്ല, നമ്മളധികം കണ്ടിട്ടില്ല, ഇനി ഉണ്ടോന്ന് അറിയില്ല. അതെ കൂടുതലൊരു സോഫ്റ്റ് ടൈപ്പ് ഒരു സോങ് പോലെയൊക്കെയാണ് അങ്ങനത്തെയൊക്കെയാ നമ്മള് കണ്ടിരിക്കുന്നത്. പിന്നെ ഗില്ലിയിലാണ് എന്താ പറയാ ഈ ഒരു സോങ്ങിന്റെ ഒരു അപ്പടിപ്പോട് സംഭവമൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ അതിന്റെ ഒരു ഏകദേശം വൈബ് തന്നെയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മൂവി വരുന്നത്. അപ്പൊ അതിലും അതിനേക്കാളും എനർജി കൂടിയെങ്കിലേ ഉള്ളൂ. അപ്പൊ എന്തായാലും തകർത്തടക്കി, രണ്ടുപേരും തകർത്തടക്കി എന്നേ പറയാനുള്ളൂ. അപ്പൊ ഈ പടം നമ്മൾ കാണാത്തോണ്ട് തന്നെ നമുക്ക് അറിയില്ല എവിടെയാണ് പ്ലേസ് ആയിരിക്കുന്നത്, എന്താ സിറ്റുവേഷൻ എന്ന് അറിയില്ല. ഇനി പടത്തില് ഇത് ഇത്ര ഇടോളോ എന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ഫോർ ദ മൂവി. നമുക്ക് കാണാൻ പറ്റാത്തൊരു അവസരമാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത്. പിന്നെ മൂവിയുടെ അവൈലബിളും അല്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.